ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം നേരിട്ടിട്ടുണ്ട്. ആ പരാജയം പാർട്ടി പരിശോധിക്കും. പാർട്ടി പരിശോധിക്കുമ്പോൾ ഞങ്ങൾ തിരുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തേണ്ടതുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ജനങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുള്ളത്. അത് എങ്ങനെയാണോ തിരുത്തേണ്ടത് അത് തിരുത്തി ജനങ്ങൾക്കൊപ്പം നിന്ന് മുമ്പോട്ട് പോകും. ഇപ്പോൾ കനത്ത തിരിച്ചടി LDF നേരിടുന്നു. അതിനകത്ത് വലിയ തരത്തിലുള്ള വിമർശനം നേരിടുന്ന അണികൾ നേതൃത്വത്തെ തിരുത്തി എന്നുള്ളതാണ്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, സ്വാഭാവികമായും CPM-ൻ്റെ കേന്ദ്രങ്ങളിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായി 10 വർഷം ഭരണത്തിൽ ഇരുന്നു, ഇനിയൊന്ന് മാറട്ടെ എന്ന ചിന്തയാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആവാം. അത് പരിശോധിച്ചുകൊണ്ട് എന്തായാലും തിരുത്തി. ആദ്യമായിട്ടല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ പുറകിൽ പോകുന്നത്. ഇതിനു മുമ്പും ഇതിലും ഭീകരമായ അവസ്ഥയിൽ പുറകിൽ പോയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വർദ്ധിത ശക്തിയോടുകൂടി ഭരണത്തിൽ തിരിച്ചു വരും. ഭരണത്തിൽ വരാൻ വേണ്ടിയല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനവും മറ്റുമൊന്നും. അപ്പോൾ അത് ഞങ്ങൾ ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അത് തിരുത്തി വലിയ നിലയിൽ മുമ്പോട്ട് കൊണ്ടുവരും. ഇപ്പോൾ കോന്നി നിയോജക മണ്ഡലം LDF ഉറപ്പിച്ചൊരു സീറ്റാണ്. പക്ഷേ അവിടെ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് വരുന്നു. 25,000-ലധികം ഭൂരിപക്ഷം KU ജനീഷ് കുമാർ നേടുമെന്ന് പാർട്ടി പോലും ആദ്യഘട്ടത്തിൽ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അവിടെ 2000-ൽ താഴെ ഭൂരിപക്ഷം. എന്താണ് സംഭവിച്ചതെന്നാണ് ജനീഷ് കുമാർ കരുതുന്നത്? അല്ല, ജനങ്ങളാകെ വലിയ ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് കരുതിയതാണ്. പക്ഷെ ഞങ്ങൾക്ക് ആ കരുതലില്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ കോൺഗ്രസിൻ്റെയും BJP-യുടെയും കൂടി ഒരു രഹസ്യമായിട്ടുള്ള ബാന്ധവമുണ്ട് എന്ന് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞതാണ്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും 34,000 വോട്ട് BJP-ക്കുണ്ട്. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 46,000 ഉണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ മത്സരിച്ച A ക്ലാസ് മണ്ഡലം 39,000-ഉം 30,000-ഉം വോട്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും 32,000 വോട്ട് വാങ്ങിയ മണ്ഡലം, A ക്ലാസ് മണ്ഡലം, സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ച മണ്ഡലം ഒറ്റ സുപ്രഭാതത്തിൽ അത് BDJS-ന് നൽകുകയാണ്. അത് BDJS-ന് നൽകിയെന്ന് പറഞ്ഞ UDF കൺവീനർക്ക് ഇവിടെ വന്ന് മത്സരിക്കാൻ വേണ്ടി UDF കൺവീനറും BJP-യുടെ സംസ്ഥാന ലീഡർഷിപ്പും കൂട്ടി നടത്തിയിട്ടുള്ളൊരു ഡീലായിരുന്നു. അതിനകത്ത് കോന്നി മാത്രമല്ല, കോന്നി, ആറന്മുള, റാന്നി അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ NDA UDF ഡീല് നടന്നിട്ടുണ്ട് എന്ന് പ്രാഥമികമായി മനസ്സിലാക്കിയെന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാമാണ്. അപ്പോൾ അത് പ്രകടമായിട്ട് മനസ്സിലാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു തെളിവ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ബന്ധമുണ്ടായിട്ടുണ്ടോ എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ LDF-ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അല്ല, ഇതിനകത്ത് ഇപ്പം തന്നെ കഴിഞ്ഞ തവണ 32,000 പിടിച്ച ഇത്തവണ 15,000 ഉള്ളൂ. UDF ലീഡർഷിപ്പ് തന്നെ അവകാശപ്പെട്ടത് എന്താ? BJP-യുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും, ഞങ്ങൾ ജയിക്കും എന്ന് അവർ തന്നെ അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ 2020 കൊടുത്തു റാന്നി. 2020 റാന്നി കൊടുത്തതിന് ശേഷം അവിടെ BJP വോട്ടെല്ലാം കോൺഗ്രസ് നേടുന്നു, അവിടെ UDF ജയിക്കുന്നു.